ലഹരിക്കെതിരെ പടപൊരുതാമെന്ന സന്ദേശവുമായി മൈജി ജീവനക്കാരുടെ പടയോട്ടം. പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ബീച്ചിൽ അവസാനിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം സുഗുണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെയർമാൻ AK ഷാജി അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ പിടിമുറുക്കിയ ലഹരിക്കെതിരെ പടപൊരുതാം എന്ന സന്ദേശവുമായി മൈജിയുടെ നേതൃത്വത്തിൽ മൈജി ജീവനക്കാർ പടയോട്ടം എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തി. രാവിലെ 6-ന് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കോഴിക്കോട് ബീച്ചിൽ അവസാനിച്ചു. പടയോട്ടത്തിൽ 500ഓളം മൈജി ജീവനക്കാർ പങ്കെടുത്തു. കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ മൈജി ചെയർമാൻ AK ഷാജി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ M സുഗുണൻ മുഖ്യാതിഥിയായിരുന്നു. കേരളീയ സമൂഹത്തിലെ കൗമാരവും യൗവനവും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ മൈജിയുടെ പടയോട്ടം സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടി എന്ന നിലയിൽ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ലഹരി മരുന്നിന്റെ വിപത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനായി ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത മൈജിയുടെ പ്രവർത്തനം എല്ലാവർക്കും ഏറെ ആവേശം പകരുന്നതാണെന്നും സുഗുണൻ പറഞ്ഞു. ഇന്ന് നേരിടുന്ന ഈ പ്രശ്നത്തെ എക്സൈസിനൊപ്പവും പോലീസിനൊപ്പവും മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കൊപ്പവും നിന്നുകൊണ്ട് അതിനെ അവിടെ പിന്തുണ, ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് തന്നെ വളരെയധികം സന്തോഷവും ഒക്കെ തന്നെ ഉത്സാഹവും തരുന്നതാണ്. അത് ഈ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പ്രവർത്തനം നടത്തുന്ന നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ആവേശകരമാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക, ലഹരി മരുന്നിന് അടിമപ്പെട്ടവരെ മാറ്റി നിർത്താതെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, യുവജനങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധതാ ബോധം വളർത്തുക എന്നിവയുടെ തുടക്കം എന്ന രീതിയിലാണ് മൈജി പടയോട്ടം സംഘടിപ്പിച്ചത്. പടയോട്ടം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് മൈജി ലക്ഷ്യമിടുന്നതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി അറിയിച്ചു. പടയോട്ടം ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇതിന്റെ സെമിനാറുകളും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങളുടെ മൈജിയിലെ 126 ഷോറൂമുകളിലും ഇതിന്റെ ഒരു പടയോട്ടം ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു അവയർനെസ്, ഇതിൽ പെട്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരുന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 120 മൈജി ഷോറൂമുകളിൽ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ